അരമണിക്കൂറോ 1 മണിക്കൂറോ? ഇപ്പം ആരും ചെയ്യുന്നില്ല. സ്തോത്രം. ഇപ്പം ആർക്കും ഒന്നും എന്ത് ബന്ധപ്പാടാ. സ്തോത്രം. മാതളത്തോട് തേനിനകത്ത് ചാലിച്ച്. അന്നേരം ആരോട് പറഞ്ഞു, തേൻ തന്നെ പുരട്ടിയാലും. സ്തോത്രം, സ്തോത്രം. എന്ത് ബന്ധപ്പെട്ട ആഴ്ച സൗന്ദര്യം. പക്ഷെ സാറായി അങ്ങനല്ല. അവള് രാജകുമാരിയാ, നല്ല സൗന്ദര്യമാ. അതുകൊണ്ട് അബ്രഹാം സാറായിയോട് പറയാ, ഒന്നുകൂടെ വായിച്ചേ ഷാൻറ്റി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ, നീ ഭയങ്കര സൗന്ദര്യമുള്ളവളാ എന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലും. വേറൊരു കാര്യമുണ്ട്, നീ സൗന്ദര്യമുള്ളവളെന്ന് അപ്പുറത്തുകാരൻ അറിഞ്ഞെന്നല്ല. മിസ്രയീമ്യർ പിന്നെ ഒന്നുകൂടെ വായിച്ചോ ശാന്തി. ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. ആദ്യം അബ്രഹാം അറിഞ്ഞു. അങ്ങനെ അറിയണം. അപ്പുറത്തെ തോമാച്ചനാണോ പറയുന്നത് അവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന്? മനസ്സിലാകുന്നില്ലല്ലേ? എടാ, ആദ്യം നീ അറിയണ്ടേ നിന്റെ ഭാര്യ സൗന്ദര്യമുള്ളതാണ്. വേണ്ട, ഞാനീ ലൗകിക സൗന്ദര്യം, ജഡത്തിന്റെ സൗന്ദര്യമല്ല. നിന്റെ ഭാര്യയുടെ ക്വാളിറ്റിയെ പറ്റി നീ അറിയണം. വേണ്ടേ? വേണ്ടേ? നിങ്ങൾ എന്തേലും പറ. സണ്ണി ഒന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. ഷിനുവിനും ഒന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും ഒന്നും പറയാൻ വേണ്ട. അല്ലാത്തവർക്ക് പറയാൻ തന്നെ കുഴപ്പം. സ്തോത്രം. നീ സൗന്ദര്യമുള്ളവളെന്ന് ഞാൻ അറിയുന്നു. നിന്റെ ഭാര്യയെ പറ്റി നിനക്ക് നല്ലതുപോലെ ബോധ്യപ്പെടണം. നിന്റെ ഭർത്താവിനെ പറ്റി നീ നല്ലവണ്ണം അറിയണം. എങ്കിലേ കുടുംബജീവിതം നന്നായി പോവുള്ളൂ. ഇതങ്ങനല്ലോ. അയ്യോ, നിന്നെപ്പറ്റി കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്ന നിന്റെ വിശേഷമല്ല ഭാര്യയോട് എന്ന് പറയുക. ഞാൻ ഇതുവരെ ഓർത്തത് നീ 1-2 അപാകത ഉണ്ടെന്നേ ഞാൻ ധരിച്ചോളാം. അത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാവുംഭാഗത്ത് ചെന്നപ്പോഴാണ് നിന്റെ ചരിത്രമല്ല അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരി ചെന്നപ്പോഴും 1-2 പേര് എന്നോട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഭാര്യ തിരിച്ച് നിങ്ങളുടെ വിശേഷമൊന്നും പറയണ്ട. ഞാൻ മീൻചത്ത ചെന്നപ്പോഴാണ് നിങ്ങളുടെ വിശേഷം. ഇതാണോ ഒരു ജീവിതത്തിൻ്റെ ഭദ്രത? ഭർത്താവ് നല്ലവണ്ണം ഭാര്യയെ അറിയണം. ഭാര്യ ഭർത്താവിനെ നല്ലവണ്ണം. നമുക്കെല്ലാം മനുഷ്യരാ. ഈ ഭൂമിയിൽ അപാകതകളും ന്യൂനതകളും ഒക്കെ ഉണ്ട്. ആർക്കാ ഇല്ലാത്ത? അതെല്ലാം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യയുടെ ബലഹീനത മനസ്സിലാക്കി വേണം സംസാരവും ഇടപാട് സമീപനവും എല്ലാം. അല്ലേ? ഈ സംശയരോഗമുള്ള ഭാര്യമാരുണ്ട് ഭർത്താവിന്. അങ്ങനെയുള്ളവർ ആരോടും മിണ്ടാതെ വീട്ടിൽ പോകുന്നതായിരിക്കും. സംശയരോഗികളുണ്ട്. കാരണം ഈ ഉപ്പ് തിന്നുന്നവനല്ലയോ വെള്ളം. സംശയരോഗികളുണ്ട്. അന്നേരം വീട്ടിൽ എന്നാ അവളുമായിട്ട് തറ. ഞാനിതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നിങ്ങളോർക്കുന്നത് ഞാൻ കണ്ണടച്ചു തന്നെ ഇരിക്കുക എന്നാ. അപ്പം അങ്ങനെയുള്ള ഒരു അപാകതയുള്ള സ്ത്രീയാണെങ്കിൽ ഭർത്താവ് കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ളവരോട് മിണ്ടാതെ. അലോഗ്യം ഉണ്ടാകാതിരിക്കണ്ടേ? വെച്ച കഞ്ഞി കുടിക്കണ്ടേ? വേണ്ടേ? ആകെ നാടി അരി കിട്ടിയതാ, അത് വെച്ച് കഞ്ഞി വെച്ചതാ, അച്ചാറും ഉണ്ട്, അത് കുടിക്കണ്ടേ? ഈ ഒരു കാര്യം പറഞ്ഞ് കുടി നടന്നില്ലെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? സ്തോത്രം. ഭാര്യയെ സംശയമുള്ള ഭർത്താക്കന്മാരുമുണ്ട്. നീ എന്നാ യോഗം കഴിഞ്ഞപ്പോൾ സാങ്കുട്ടിയുടെ വണ്ടിയുടെ അവിടെ പോയി നിന്നേ? അല്ല, അങ്ങനെ സൂക്കടുള്ളവന്മാരുമുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ കഴിഞ്ഞ ആഴ്ചയിൽ നീ സാങ്കുട്ടിയുടെ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ പമ്മി രക്ഷപ്പെടുകയല്ല.
അതെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. നീ സൗന്ദര്യമുള്ളവളെന്ന് ഞാൻ അറിയുന്നെന്ന്. അടുത്ത വാക്യം. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ, മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ്, ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. ആ പുള്ളിക്ക് അതാ സങ്കടം. നീ നിന്നെ കൊണ്ടുപോകുന്നു ഒന്നും എനിക്ക് വിഷയമല്ല, പക്ഷെ എൻ്റെ പെടലി പോകുമെന്നുള്ളതാ. അതാ പുള്ളിക്ക്. എനിക്ക് നിന്നെ ഈ തിരുവല്ലായി തല ഉയർത്തി കാവാലത്തോ തിരുവല്ലായിലോ റാന്നിയിലോ എന്തോ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരന അളായിക്കാടോ വെള്ളാപ്പള്ളിയിലോ തല ഉയർത്തി നീ പോകുന്നതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷെ എൻ്റെ പെടലി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അബ്രഹാം ഭയപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നീ സൗന്ദര്യമുള്ളവളെന്ന് കണ്ടിട്ട് മിസ്രയീമ്യർ നിന്നെ തട്ടിക്കൊണ്ട് പോകുകയും നിന്നെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും, എന്നെ തട്ടിക്കളയുകയും ചെയ്യും. അടുത്ത വാക്യം. നീ എന്റെ സഹോദരി എന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ധാരണ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ? നമ്മൾ തമ്മിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തോ അഡ്ജസ്റ്റ്മെന്റ്? നീ എന്റെ സഹോദരി എന്ന് പറയണം. നീ എന്റെ പെങ്ങളാണെന്ന് ഇവിടെ പറയാവുള്ളൂ. വൈഫാണെന്നൊന്നും അതൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പം. നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ ബ്രദറും സിസ്റ്ററുമാണ്. അതാ, ബ്രദർ സാം ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ ലേഖ ശുശ്രൂഷിക്കുന്നു. മനസ്സിലായില്ലായിരിക്കും. സ്തോത്രം. നീ എൻ്റെ സിസ്റ്ററാണ്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ തമ്മിലൊരു ധാരണ. സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ധാരണയുള്ളവരുണ്ട്. എനിക്ക് ഒരു പാസ്റ്ററേയും ഭാര്യയും അറിയാം, പേരൊന്നും ഞാൻ പറയത്തില്ല. ഭയങ്കര ധാരണക്കാരാണ്. ഇങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ എന്തേലും ഒരു ട്യൂണ് മാറ്റി പറയുമ്പോൾ അവർ അടുക്കള ഇരുന്ന് ഗ്ലാസ് താഴോട്ടിടും. അന്നേരം പുള്ളിക്ക് മനസ്സിലാകും ആ വിഷയം അവിടെ. അത് അവരുടെ ഒരു ധാരണയാണ്. സ്തോത്രം. പുള്ളി ഇച്ചിരി വിടുവായല്ല, പുള്ളി അങ്ങ് പറയും. അന്നേരം ഇവര് സഭയിലെ കാര്യമോ അല്ലെ സെൻറ്ററിലെ കാര്യമോ ഒക്കെ ആയിരിക്കും അവരിത് ഈ പുള്ളി ഇത് പറയുന്നത്. അവർക്ക് എപ്പോഴും വന്ന് അടുത്തിരുന്ന് അച്ഛാ പറയരുത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവർ തമ്മിൽ നേരത്തെ ധാരണ. നിങ്ങൾ എന്തേലും വഴി വിട്ട് പറഞ്ഞാൽ ഞാൻ അന്നേരം പാത്രമോ സ്റ്റീൽ പാത്രം താഴെ കിട, അന്നേരം നിങ്ങൾ അത് അവർ തമ്മിൽ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. സ്തോത്രം. വേറൊരാളുണ്ടായിരുന്നു, ചുമയ്ക്കും. എന്നാലും അവർക്ക് മനസ്സിലാകും അവർ തമ്മിലുള്ള ധാരണയാണ്. അതുകൊണ്ട് അബ്രഹാം സാറായിയോട് പറഞ്ഞു, പിന്നെ നീ ഇവിടെ ഈ ദേശത്ത് പാർക്കുമ്പോൾ എൻ്റെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം മിസ്രൈമിൽ ജീവിക്കാൻ. ഞാനിനി അതിനകത്തെ ആത്മീയ പാഠം പറയാം. ആത്മീക ജീവിതത്തിന് അഡ്ജസ്റ്റ്മെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴി യേശു ക്രിസ്തു, ഒറ്റ വാതിൽ യേശു ക്രിസ്തു, ഒരേ ഒരു മാർഗം, രക്ഷാമാർഗം. ഇതിനപ്പുറം വേറൊരു വഴിയില്ല. ഒരു മധ്യസ്ഥനും സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല, ഒരു പുണ്യവാളനും സ്വർഗത്തിൽ കൊണ്ടുപോകുകയല്ല, ഒരു ഇടനിലക്കാരനും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു അരുളി ചെയ്തിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമും അബ്രാച്ചനും സാറാമയും കൂടെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാം. ഞാൻ ദീർഘമാക്കുന്നില്ല, നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണം, അതുകൊണ്ട് മുന്നോട്ട് ഓടിച്ചു പോകാം. അഡ്ജസ്റ്റ്മെന്റ് ജീവിച്ചു അബ്രാച്ചനും സാറാമയും. ഞാനെപ്പോഴും പറയും, ഈ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ജീവിച്ചാൽ ഇഷ്ടംപോലെ സ്വത്ത് സമ്പാദിക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ച് കോടിക്കണക്കിന് സമ്പാദിക്കാം. നിങ്ങൾ ആ 13-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി ഇഷ്ടം പോലെ സ്വത്ത്, കോടിക്കണക്കിന്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ മിസ്രയീമിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ക്ഷാമം വന്നപ്പോഴല്ലയോ മിസ്രയീമിലോട്ട് പോയത്. തിരിച്ച് മിസ്രയീമിൽ നിന്ന് ഇങ്ങനെ അബ്രഹാം അവനുള്ളതൊക്കെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടെന്നാ. അപ്പം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വന്നപ്പോൾ വെള്ളി, പൊന്ന്, കന്നുകാലി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, കോടിക്കണക്കിന് സ്വത്ത്. അപ്പൊ ഇത് എവിടെ വെച്ച് കിട്ടിയതാ? മിസ്രയീമിൽ വെച്ചാ. മിസ്രയീമിലെ ജീവിതം എങ്ങനെയായിരുന്നു? അഡ്ജസ്റ്റ്മെന്റിൽ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ജീവിച്ചാൽ
ആത്മീയത്തിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ശുശ്രൂഷിച്ചേ. ആളും കൂടും, ഇഷ്ടം പോലെ ആൾ, സഭയിൽ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇച്ചിരി ഇടാ, ഇച്ചിരി കുടിക്കുക, ഇച്ചിരി വലിക്കുക, ഇച്ചിരി കാണാം, ഇച്ചിരി ചെയ്യുക, ഇച്ചിരി പറയാം, ഇച്ചിരി എല്ലാം കണ്ടമാനമാകരുത്, എല്ലാം കൺട്രോളിലായിരിക്കണം. ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചാൽ 2 എണ്ണമേ നീ യൂസ് ചെയ്യാവുള്ളൂ. ബാക്കി പറ. ഇവിടെ മിണ്ടുന്നില്ല നിങ്ങൾ. കുഞ്ഞുങ്ങളോട് അതുങ്ങൾ പാവങ്ങൾ, അതുങ്ങൾക്ക് തന്നെ അറിയും. നുണയും കൊതി പറഞ്ഞാലും അടിയുണ്ടാക്കുന്ന തരത്തിൽ പറയരുത്. ഒരു ചെറിയ വഴക്കിനുള്ളതേ വെച്ച് കൊടുക്കാവുള്ളൂ. അഡ്ജസ്റ്റ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? തെറി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കട്ടിക്കുള്ളതൊന്നും പറയത് എന്നാ പറയേ. കൊടുങ്ങല്ലൂർ പറയണ്ട, അല്ല വടക്കമ്പറവൂർ പറയണ്ട, തെക്കമ്പറവൂർ വരെ മതിയുള്ളത്. സ്തോത്രം. അഡ്ജസ്റ്റ് ചെയ്തു. ആത്മീകത്തിലും അങ്ങനെ, ശുശ്രൂഷയിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ശുശ്രൂഷ. ഇഷ്ടംപോലെ ആള് വരും, ഇടിച്ചു കയറും ആള്. അങ്ങനല്ലേ പലയിടത്തും ഇടിച്ച ആള് കയറുന്നേ. നമ്മൾ പറയും ഭയങ്കര ഗ്രോത്താ. അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ ഇവിടെ വന്ന് വർഷിപ്പിന് കൂടാ, ഉച്ച കഴിഞ്ഞ് 28 കെട്ടിനും പോകാം, ആണ്ടിയാത്തത്തിനും പോകാം, അടിയന്തരത്തിനും പോകാം, 16 അടിയന്തരത്തിനും പോകാം, നേർച്ചയും കഴിക്കാം, സകല കേസിനകത്തും. സൺഡേ ഇവിടെ വരണമെന്നേ ഉള്ളൂ. സൺഡേ വരണം. സ്തോത്രകാഴ്ചയുടെ സമയത്ത് മസ്റ്റായിട്ട് ഒക്കുന്നെങ്കിൽ ചെക്ക് എഴുതിയിടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത് കഴിഞ്ഞ് എവിടെ വേണേലും. ഇവിടെ അങ്ങനല്ലല്ലോ പറയുന്നത്. നീ സ്തോത്രകാഴ്ച എന്തെങ്കിലും കൃത്യമായിട്ട് ആരാധനയ്ക്ക്, അപ്പം ആൾ കുറയും. എന്നാൽ പിന്നെ അവിടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ആൾ കുറയും. കർത്താവ് അങ്ങനല്ലേ, ഉപദേശം എല്ലാം കൂടെ കടുപ്പിച്ചപ്പം എല്ലാവരും പൊഴിഞ്ഞ് പോവുക. അപ്പോൾ യേശു ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഒത്തിരി ആളുണ്ടായിരുന്നല്ലോ യോഗത്തിന്, ഈ ആഴ്ച നമ്മളാണ്ട കബർന്നഭൂമിയിലെ യോഗത്തിന് ഭയങ്കര ആളായിരുന്നു. പെരയ്ക്കകത്തിരിക്കാൻ പോലും ഒരുത്തനെ ഞാൻ ഓട് പൊളിച്ചാൽ താഴോട്ട് എന്തോ ആളായിരുന്നു. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് വളരെ തുച്ഛമായിരുന്നല്ലോ. ആ കടൽക്കരയിലെ യോഗത്തിന് ശേഷിച്ചത് തന്നെ 5000, 12 കോട്ടയ്ക്കകത്ത് 5000 പേര് കഴിച്ചു. കഴിഞ്ഞ ആഴ്ച ആൾ കുറേ. അപ്പോൾ ഇങ്ങനെ ആൾ കുറയുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാവനയാണ്. ശിഷ്യന്മാർ പയ്യെ കർത്താവിനോട് പറഞ്ഞു, ആൾ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ആളൊന്നും ചത്തിട്ടില്ല, ആൾക്കാരെല്ലാം ഇപ്പോഴും ഫലസ്തീനിൽ ഉണ്ട്. പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ ആൾ കുറയും, മിക്കവാറും ഞങ്ങളും പോകാൻ സാധ്യത. ഇങ്ങനെയൊക്കെ ഇനി മുമ്പോട്ട് പോകാനുള്ള താല്പര്യമാണെങ്കിൽ ഈ വണ്ടി അധിക നാൾ. അപ്പം കർത്താവ് പറഞ്ഞ, എന്നാൽ ഞാൻ പ്രസംഗം റൂട്ട് മാറ്റാമെന്നല്ല പറഞ്ഞത്. അതാ എന്നാൽ ഞാൻ എല്ലാവരും ഒന്ന് പിള്ളേരുടെ ഭാഷ പറഞ്ഞത് സുഖിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിക്കാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? ഇവിടെ ഇതാ, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? അപ്പോൾ ആ പീറ്റർ ചാടി കയറി മാറി പറഞ്ഞു, അയ്യോ, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കല. ഞങ്ങൾ അപ്പം തിന്നാൻ വന്നതല്ല, വണ്ടി കിട്ടുമെന്നോർത്ത് വന്നതല്ല, വള്ളം കിട്ടുമെന്നോർത്ത് വന്നതല്ല, വീട് കിട്ടുമെന്നോർത്ത് വന്നതല്ല, ഭൗതികമായിട്ടൊന്നും കിട്ടുമെന്നോർത്ത് വന്നതല്ല. ഞങ്ങളതിന് എതിരല്ല. തരുന്നെങ്കിൽ ഓക്കെ, സ്തോത്രം. അതല്ല ഞങ്ങളുടെ ഉന്നം. ഞങ്ങളുടെ ഉന്നം നിത്യജീവന്റെ മൊഴിയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവന്റെ മൊഴിയാ. അത് നിന്റെ പക്കലാ. നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിത്യജീവന്റെ മൊഴി തപ്പി നിത്യജീവന്റെ മൊഴിക്കിറങ്ങിയ നിന്നെ ദൈവം കൈവിടത്തില്ല. നിനക്കൊരു ദോഷവും വരികയില്ല. അരിഷ്ടനും മനസ്സ് തകർന്നവരും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ കടാക്ഷിക്കുന്ന ദൈവമുണ്ട്.
നിത്യജീവന്റെ മൊഴി വിശ്വസിക്കുന്നവർ, നിത്യജീവന്റെ മൊഴി കേൾക്കാൻ വരുന്നവർ, വചനത്തിന്റെ സത്യം ഗ്രഹിക്കുന്നവർ, ഉപദേശി ഐക്യത്തിൽ നിൽക്കുന്നവർ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചാൽ, അതിനെ ഗ്രഹിച്ചാൽ, അത് ആചരിച്ചാൽ ദൈവം നിനക്ക് ദോഷം വരികയില്ല, നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിനക്കൊരു അനർത്ഥവും വരികയില്ല. യഹോവ ഒരു ദോഷവും തട്ടാലവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ നിനക്ക് പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ അടിക്കത്തില്ല. ദൈവം അനുവദിച്ചാൽ ബാക്കി ഭാഗം നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഈ ഭാഗമായിരിക്കും ചിന്തിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിത്യജീവമൊഴികൾ ഓ നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ, ഓ നിന്നെ വിട്ടിട്ടാടി വാസിക്കോ, നീയല്ലോ ഞങ്ങൾക്കുള്ള ഓ നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ ഓ നീജരാ പാപമല്ല ഏറ്റതോ നീജരാ ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ഓ ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലോ, ഓ ലോകക്കാർ നിത്യം ദൂഷിച്ചിലും പൊന്നേശുവേ ലോക